ദൈവത്തിന് സ്തോത്രം വേണ്ടി വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിവേളയിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് ഈ നല്ല സായം സന്ധ്യയിൽ നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും സർവ്വകൃപാലുവായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായ നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ലൊരു സായം സന്ധ്യ നമുക്കൊരുക്കി തന്ന നല്ല കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനും ആരാധിച്ച് ജയമെടുക്കുവാനും തൻ്റെ ശക്തിയെ നമ്മുടെ മേൽ പകർന്ന സർവ്വകൃപാലുവായ ദൈവത്തെ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ആ നല്ല സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ആ മഹത് സാന്നിധ്യം തിരിച്ചറിയുന്നവർ, രാധാര അർദ്ധരാത്രിയെ പകലാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി നിന്നവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് പോരാ ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് സ്തുതിക്കുവാൻ കഴിവുള്ളവർ, നാവ് ഉയരുന്നവർ, കരങ്ങൾ ഉയരുന്നവർ മടി കൂടാതെ സ്തുതിച്ചു തുടങ്ങിയോ. പകലിനെ രാത്രിയെ പകലാക്കിയവൻ അമേൻ മരുഭൂമിയിൽ തൊപ്പെടുത്ത് നൃത്തം വെച്ച് ദൈവത്തെ സ്തുതിക്കും തക്കവണ്ണം മിര്യാമിനെയും ജനത്തെയും ഒരുക്കിയ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യം വന്നിട്ടുണ്ട്. ആ കർത്താവിനെ ഇരു കരങ്ങളെയും തട്ടി ശബ്ദമുയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായവനെ, നമ്മുടെ സ്തുതികൾക്ക് യോഗ്യനായവനെ, സകലമാനത്തിനും സകല പുകഴ്ചയ്ക്കും അർഹനായ നല്ല കർത്താവിനെ ഈ വൈകിവേളയിലും ഒരുമിച്ച് ഈ ശബ്ദം പോരാ, ദേശം മുഴുവൻ മുഴങ്ങും വിധത്തിൽ, ദേശം മുഴുവൻ മുഴങ്ങും വിധത്തിൽ വെളിപ്പെട്ടു വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ലോകാധിപതികൾ തകർക്കപ്പെടും വിധത്തിൽ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും വിധത്തിൽ വാഗ്ദത്തം മുൻപിലുണ്ടെന്ന് തിരിച്ചറിയുന്നവർ, കരഞ്ഞ ദിവസങ്ങൾക്ക് വിടയായി ദൈവം പുതിയ പ്രഭാതങ്ങളെ ഒരുക്കി തന്നു എന്ന് തിരിച്ചറിയുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന ഇന്ന് ഈ സമയം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് തുടങ്ങിയ ഈ സമയം മുതൽ ദേശത്തിൽ അങ്ങയുടെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. ദേശത്തിൽ അങ്ങ് ബലവാനായി വെളിപ്പെടണമേ കർത്താവേ. ദേശത്തിൽ അങ്ങ് ശക്തനായി വെളിപ്പെടണമേ കർത്താവേ. ദേശത്തിൽ അങ്ങ് ന്യായാധിപതിയായി വെളിപ്പെടണമേ. ഇനി ദേശത്തിൽ വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇനി ദേശത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് നിലനിൽപ്പില്ല. രാജാതിരാജാവും കർത്താതി കർത്താവും ഈ അന്തരീക്ഷത്തിന്റെ മഹത്വം ഏറ്റെടുക്കുന്നു, ഈ അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ, തുടർന്ന് ഈ ശബ്ദം കേൾക്കുവാൻ പോകുന്നവർ, ആമേൻ, ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഗ്രഹമായി അനുഭവമായി മാറുവാൻ തക്കവണ്ണം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് ഈ നല്ല സമയവും നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. സന്തോഷിക്കുവാൻ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. ആമേൻ. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും കാരണങ്ങൾ ഏറെയാണ്. ആമേൻ. ഈ വൈകിവേളയിൽ നമ്മൾ നോർത്തു നോക്കിയേ, ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ പലവിധമാകുന്ന ആമേൻ സ്തോത്രം ആ പ്രവർത്തികളിൽ ഏർപ്പെട്ട് സ്വയം ഹനിക്കുന്ന, മറ്റുള്ളവർക്ക് വേദനകൾ ഉണ്ടാക്കുന്ന ആമേൻ ആ പ്രവർത്തികളിൽ ഏർപ്പെട്ടായിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മധ്യത്തിൽ ആമേൻ ആമേൻ സ്വയം ആമേൻ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനും ദേശത്തിനു വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ ദൈവം ഒരുക്കിയെങ്കിൽ അതെത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ആമേൻ സ്തോത്രം. ആമേൻ. അനേക ഭവനങ്ങളിൽ നിന്നുയരുന്ന നിലവിളിയുടെ ശബ്ദം ഇതാണ്. മാതാപിതാക്കൾ കരയുന്ന കരച്ചിൽ ഇതാണ്. എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കൊപ്പം ഇല്ല, അവർ ഞങ്ങൾക്കൊപ്പം കർത്താവിനെ സ്തുതിക്കുന്നില്ല, ഞങ്ങൾക്കൊപ്പം ആമേൻ ലോകപ്രകാരം ആമേൻ സ്തോത്രം നല്ലത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നല്ലത് പ്രതീക്ഷിച്ച് ആയിരിക്കുന്നില്ല. ലോകത്തിൻ്റെ നല്ലതിനെ കുറിച്ച്
കുറിച്ച് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ നല്ല സമയം ആമേൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നു. അത് ഏറ്റവും സന്തോഷമുള്ള ഇന്നത്തെ ഭാഗ്യകരമായ അനുഭവം അത്രേ. അനേകർക്ക് ലഭിക്കാത്ത ശ്രേഷ്ഠകരമായ പദവി ദൈവം തൻ്റെ മക്കൾക്ക് നൽകും. ആമേൻ. പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്ത സന്തോഷം ദൈവം തൻ്റെ മക്കൾക്ക് നൽകും. ആമേൻ. മറ്റൊരുവന് കവർന്നെടുക്കുവാൻ കഴിയാത്ത സന്തോഷം ദൈവം തൻ്റെ മക്കൾക്ക് നൽകും. മനുഷ്യൻ്റെ ഇഷ്ടത്താൽ ഉളവാക്കപ്പെടാത്ത ദൈവികമായ സന്തോഷത്തെ, സമാധാനത്തെ തൻ്റെ ഭക്തന് ദൈവം നൽകും. ഈ വൈകിവേളയിലും നമ്മെ വിളിച്ചത് ആ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി അത്രേ. അത് തിരിച്ചറിയുന്നവർ കരങ്ങളെ ഉയർത്തി നല്ല കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ശബ്ദമുയർത്തി നല്ല കർത്താവിനെ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അല്പസമയത്തെ വചന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അല്പസമയം ചിന്തിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യവും തുടർന്ന് ആമേൻ സ്തോത്രം ചില വാക്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ മുൻപോട്ട് നടത്തുന്ന യാത്രയിൽ നമ്മോട് കൂടെ ഉണ്ടാകും. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചു, സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വിശ്വസ്ത ദൈവമേ, മനോഹരമായിരിക്കുന്ന നല്ല വൈകിവേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. തകർക്കുന്നവരും തകർക്കപ്പെടുന്നവരും കൊല്ലുന്നവരും കൊല്ലിപ്പിക്കുന്നവരുമായി ലോകം മാറിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അപ്പാ അങ്ങയുടെ സന്നിധിയിൽ യേശുവേ ജീവന് വേണ്ടി യാചിക്കുവാനും ജീവനിൽ അനേകർ നിലനിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. ഈ ശബ്ദം എപ്പോഴൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അപ്പാ അങ്ങിൽ വിശ്വസിക്കുന്നവർ കേൾക്കുന്നുവോ അപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ നിത്യമായൊരു ആനന്ദം നിറഞ്ഞു തുടങ്ങട്ടെ. ഈ ലോകത്തിന് കവരുവാൻ കഴിയാത്തൊരു സമാധാനവും ഈ ലോകത്തിന് കൈയടക്കുവാൻ കഴിയാത്ത പ്രത്യാശയും വെളിപ്പെട്ടു തുടങ്ങട്ടെ. പ്രാർത്ഥനയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നു എഴുന്നേൽക്കുന്ന സമയം സ്വർഗം പ്രവർത്തിച്ച പ്രവൃത്തിയെ വർണ്ണിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനത്തിലൂടെ അത്ഭുതങ്ങളുടെ കേൾവിക്കാരുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ അപ്പാ. കേട്ടെഴുന്നേൽക്കുന്ന രോഗികൾ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ. കേട്ട് കണ്ണുനീരോടെ ആയിരിക്കുന്നവർ ചിരിയോടെ എഴുന്നേൽക്കട്ടെ. കേട്ട് തളർന്നായിരിക്കുന്നവർ ബലം പ്രാപിച്ച് ശക്തിയോടെ എഴുന്നേൽക്കട്ടെ. നല്ലത് കേൾക്കുവാനില്ലാതെ ഒപ്പമായിരിക്കുന്നവർ എഴുന്നേൽക്കുന്നത് നല്ല ശബ്ദങ്ങൾക്കായി തുറന്ന ചെവികളോടെ ആയിരിക്കട്ടെ. നല്ലത് കാണുവാനില്ലാതെ എഴുന്നേൽക്കുന്നവർ നല്ലത് കണ്ടു തുടങ്ങട്ടെ. ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് അങ്ങയുടെ വചനത്താൽ ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങ് നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം ഈ നല്ല വൈകിവേളയിലും അമേൻ ഉയരുന്ന സമയമായി ഈ സമയത്തെ അങ്ങ് മാറ്റണമേ. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. നമുക്കേറെ സുപരിചിതമായ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ഒരു മുഖവരയുടെ ആവശ്യമില്ല. വേദപഠിതാവായ അല്ലെങ്കിൽ വിശ്വാസിയായ ഏതൊരു വ്യക്തിയും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ ഉള്ളിലൊരു ചിരി ചിരിക്കും. അതേ, പത്രോസിൻ്റെ പടക് നിറച്ച ഒരു ദൈവം. ആമേൻ. ഇന്ന് ഈ വൈകിവേളയിലും സന്തോഷത്തോടെ പറയട്ടെ, പത്രോസിൻ്റെ പടക് നിറച്ച ദൈവം ഇന്നും മരിച്ചിട്ടില്ല. ശൂന്യമായി പോയ നിന്റെ പടകുകളെ വലയം നിറയ്ക്കുവാൻ ശക്തനായി ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ശൂന്യത തിരിച്ചറിയുന്നവർ വിശ്വസിച്ച് ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. ആമേൻ. ആ പടകുകളെ നിറയ്ക്കുവാൻ, നിന്റെ ശൂന്യമായ പടകുകളെ നിറയ്ക്കുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് അല്പമായി സ്തോത്രം നാം ധ്യാനിക്കുവാനായി പോകുന്നു. വളരെ അനുഗ്രഹീതമായൊരു സന്ധ്യാസമയത്താണ് ഗലീല കടൽക്കരയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നത്. പത്രോസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ പത്രോസ് പറയും, അങ്ങനെ സന്തോഷകരമായൊരു സമയത്തൂടെ അല്ല ഞാൻ കടന്നു പോകുന്നത്. കാരണം ആമേൻ രാത്രിയേറെ ഞാൻ അധ്വാനിച്ചതിനൊത്തവണ്ണം ഒന്നും കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷയോടെ ഭാരം ആമേൻ വലയിൽ ഒളിപ്പിച്ച് ആഴത്തിലേക്ക് വീശി. ആമേൻ തിരികെ കടന്നു വന്ന വല എന്നെ നിരാശപ്പെടുത്തി. നല്ലത് പ്രതീക്ഷിച്ച് ഞാൻ വീശി, നല്ലത് കിട്ടിയില്ല. ശൂന്യമായ വല എന്നെ ഭാരപ്പെടുത്തി. അങ്ങനെ സന്തോഷം പ്രതീക്ഷിച്ചു, പക്ഷേ
പ്രതീക്ഷിക്കുന്ന സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നു. അപ്പോൾ സന്തോഷമില്ലാത്തൊരു മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങളിലെ മനോഹരമെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? ആ മനുഷ്യന് സന്തോഷമില്ലായിരിക്കാം, എന്നാൽ വചനം പറയുന്നു സന്തോഷം നൽകുവാൻ കഴിയുന്ന യേശു സന്തോഷമില്ലാത്ത പത്രോസിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഇന്ന് ഈ വൈകിയ വേളയിലും സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ സന്തോഷം നൽകുവാൻ കഴിയുന്ന, സമാധാനം നൽകുവാൻ കഴിയുന്ന യേശു ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനിലൂടെ വെളിപ്പെടുന്ന സന്തോഷം, അവനിലൂടെ വെളിപ്പെടുന്ന സമാധാനം അളവ് കുറയാതെ അനുഭവിച്ചിട്ടല്ലാതെ ഈ വൈകിയ വേള നിന്നെ വിട്ട് മാറിപ്പോകത്തില്ല. ഞാൻ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നോക്കൂ, ആമേൻ ആമേൻ. പത്രോസിന്റെ ആംഗിളിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ പത്രോസിനേക്ക് നോക്കിയാൽ, അത് ആമേൻ നിരാശ നിറഞ്ഞൊരു സായം സന്ധ്യയാണ്. അത് ആമേൻ വളരെ നിരാശാജനകമായ, വേദന നിറഞ്ഞ, പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തുന്നൊരു സായം സന്ധ്യയാണ്. എന്നാൽ ആമേൻ ആ സായം സന്ധ്യയിൽ യേശു കടന്നു വന്നപ്പോൾ അവസ്ഥ മാറുകയാണ്, അനുഭവം മാറുകയാണ്. യേശുവിൻ്റെ വാക്കിന് വില കൊടുത്ത പത്രോസിൻ്റെ പടകിനെ യേശു നിറച്ചു. നമ്മുടെ ചിന്ത അവിടേക്ക് പോകേണ്ടതില്ലാത്തത് കൊണ്ട് വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എങ്കിലും ആവർത്തിച്ച് ഒരു വാക്ക് പറയട്ടെ, ആ ശൂന്യതയ്ക്ക് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. ചില നഷ്ടങ്ങളും ചില ഇല്ലായ്മകളും നമ്മുടെ ജീവിതത്തിൽ നിത്യമായ നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമായി തീരുമെന്ന് വിലപിച്ച് നമ്മളായിരിക്കുമ്പോൾ തിരിച്ചറിയുക, നിത്യമായ ദുഃഖം ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിത്യമായ ദുഃഖം കടന്നു വരുവാൻ തക്കവണ്ണം ശത്രു ഒഴിച്ചിട്ട സ്ഥാനങ്ങളിൽ നിത്യമായ സന്തോഷത്തിനിരിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ കൃപ പകരും. ആമേൻ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയേ, ആമേൻ ആ സന്തോഷം ആയ സായം സന്ധ്യയിൽ യേശുവിലൂടെ പത്രോസ് അനുഭവിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, യേശുവിലൂടെ വലിയൊരു സന്തോഷം ആ വൈകിയ വേളയിൽ പത്രോസ് അനുഭവിക്കുകയാണ്. അനുഭവിക്കുന്ന പത്രോസ് ആമേൻ സ്തോത്രം തൻ്റെ ജീവിതത്തിൽ അപ്പോൾ തനിക്കൊപ്പമുള്ള സകലത്തെയും വിട്ട് യേശുവിനൊപ്പം അത്ഭുതങ്ങളിലേക്ക് ഒരു യാത്ര തുടങ്ങുകയാണ്. ആമേൻ, ഈ രാത്രി ആമേൻ യേശുവിനൊപ്പം അവിധത്തിലൊരു യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, അങ്ങനെ ഒരു യാത്ര ആരംഭിക്കുവാൻ ആമേൻ പത്രോസിനെ പോലെയാണോ ഞാൻ? ആമേൻ, അവിധത്തിലൊരു യാത്ര ആരംഭിക്കുവാൻ തക്കവണ്ണം പത്രോസിനുണ്ടായ ഒന്നാമത്തെ തിരിച്ചറിവ് ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഒരു ഭാഗം അവിടെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. അയ്യോ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ. ആമേൻ, യേശുവിൻ്റെ സാന്നിധ്യം ആമേൻ പത്രോസിനൊരു തിരിച്ചറിവുണ്ടാക്കുകയാണ്. ഞാൻ ഇന്നലകളിൽ പാപിയായ ഒരു മനുഷ്യൻ ആയിരുന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ നൽകിയ ദൈവിക പദ്ധതിയുടെ നിവർത്തിപ്പിനും നമ്മുടെ വീണ്ടെടുപ്പിനുമായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ താണ ലോകത്തിൽ മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി മനുഷ്യനായി ജനിച്ച് ദാസനെ പോലെ ജീവിച്ച് നമുക്ക് ശുശ്രൂഷ ചെയ്ത് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ സ്തോത്രം. കേൾക്കണമേ, ആ യേശു ക്രിസ്തു ആമേൻ സ്തോത്രം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും യാത്ര ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യർ നമ്മളാണ്. ആമേൻ സ്തോത്രം. എനിക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചു, എൻ്റെ ഇല്ലായ്മകൾക്ക് പരിഹാരം വരുവാൻ വേണ്ടി എൻ്റെ യേശു മരിച്ചു, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചു, എൻ്റെ കഷ്ടതയ്ക്കും എൻ്റെ കണ്ണുനീരിനും വേണ്ടി എൻ്റെ യേശു മരിച്ചു, എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി യേശു മരിച്ചു. ഈ രാത്രിയിലും യേശു എനിക്ക് വേണ്ടി മരിച്ചു. ആമേൻ, ആ മരണത്തിന് കാരണമാകും വിധം ഞാൻ പാപി എന്ന് തിരിച്ചറിയുന്നവർ ആമേൻ ആ യേശുവിനൊപ്പം യാത്ര ചെയ്യുവാൻ ആമേൻ ആ സ്തോത്രം യോഗ്യരാണ്. ആമേൻ, അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ യാത്ര ചെയ്യുവാൻ യോഗ്യരാണ്. രണ്ടാമതായി പത്രോസിന്റെ പ്രത്യേകത ആ ഭാഗത്ത് കാണുവാൻ കഴിയും. പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിലൂടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. ഇന്ന് ഈ രാത്രി ആമേൻ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും,
ദൈവദാസനെ എന്ത് അത്ഭുതമാണ് അങ്ങനെ എടുത്തു പറയുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ യേശുവിലൂടെ ഉള്ളത്. ഒരു നിമിഷം ആമേൻ നിങ്ങളുടെ ആമേൻ ആ സ്തോത്രം ബ്രീത്തൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതിലും വലിയ ഗുണം നല്ലതൊന്നും യേശുവിലൂടെ നിങ്ങൾക്ക് കിട്ടുവാനില്ല. ആമേൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആമേൻ കടന്നു വന്ന ജീവിതയാത്രയിൽ അനുഭവിച്ചും തകർന്നും തളർന്നുമായിരിക്കുന്ന അവസ്ഥകളിൽ എത്രയോ തവണ നമ്മൾ മരണത്തിന് വേണ്ടി നിലവിളിച്ചിട്ടുണ്ട്. എത്രയോ തവണ മരണം നമ്മുടെ മുൻപിൽ വന്ന് മുട്ടി വിളിച്ചിട്ടുണ്ട്, മാടി വിളിച്ചിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മരിച്ചു പോയില്ലെങ്കിൽ പത്രോസിന്റെ വല നിറച്ച ദൈവം നമുക്ക് തന്നത് സമൃദ്ധിയായ ജീവനാണ്. ആമേൻ കഷ്ടതയിൽ മരണപ്പെട്ടു പോകാതെ, ആത്മഹത്യ ചെയ്ത് ഒടുങ്ങിപ്പോകാതെ, പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ഇല്ലാതായി തീരാതെ വണ്ണം പത്രോസിന്റെ വല നിറച്ച യേശു നമുക്ക് തന്നത് ജീവനാണ്. ഇന്ന് ആമേൻ നമ്മുടെ മേൽ ആമേൻ നിലനിൽക്കുന്ന ജീവന്റെ ഉടയവൻ യേശുവാണ്. ആമേൻ ആ യേശു ആമേൻ സ്തോത്രം ആമേൻ ആ യേശു നമ്മെ വിളിക്കുക അവനൊപ്പം യാത്ര ചെയ്യുവാൻ. ഹല്ലേലൂയ. ആമേൻ റെഡിയാണോ? പത്രോസിനൊപ്പം ആമേൻ സ്തോത്രം യേശുവിൻ്റെ പിന്നാലെ അത്ഭുതങ്ങളിലേക്ക് ഒരു യാത്ര നടത്തുവാൻ, അത്ഭുതങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ. നോക്കൂ, യേശുവിനൊപ്പം പത്രോസും ഒപ്പമുള്ളവരും യാത്ര തിരിക്കുകയാണ്. യേശുവിനൊപ്പമുള്ള യാത്ര ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ലോകത്തിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് അകലേക്ക് 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 അല്ല. അത് ലോകത്തിനൊപ്പമുള്ള യാത്രയാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. യേശുവിനൊപ്പമുള്ള യാത്ര മറ്റുള്ളവരിൽ നിന്ന് അകന്നുള്ള യാത്രയല്ല. യേശുവിനൊപ്പമുള്ള യാത്ര നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നുള്ള യാത്രയല്ല. മുറിഞ്ഞവരുടെ മുറിവ് കെട്ടുന്ന യാത്രയാണ് യേശുവിനൊപ്പമുള്ള യാത്ര. തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന യാത്രയാണ് യേശുവിനൊപ്പമുള്ള യാത്ര. വീണവരെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന യാത്രയാണ് യേശുവിനൊപ്പമുള്ള യാത്ര. കണ്ണുനീര് അണിഞ്ഞായിരിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതാണ് യേശുവിനൊപ്പമുള്ള യാത്ര. എന്നാൽ ലോക മനുഷ്യൻ പറയും, അതെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്കൊപ്പം ജീവിക്കണമെങ്കിൽ, മറ്റുള്ളവർക്കൊപ്പം സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ ഈ യേശുവൊന്നും പറ്റത്തില്ല. നിങ്ങൾ പറയുന്നത് പോലെ ദൈവത്തെ സേവിച്ച് ജീവിച്ചാലൊന്നും പറ്റത്തില്ല. ലോകം ചിന്തിക്കുന്നത്, കണക്ക് കൂട്ടുന്നതും അങ്ങനെയാണ്. ആമേൻ സ്തോത്രം. കുറച്ചു നേരം കൂടിയിരുന്ന് ആമേൻ സൊറ പറഞ്ഞാൽ മറ്റുള്ളവർ സന്തോഷിക്കുമെന്ന്. ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ കൂടിയിരുന്ന് സൊറ പറഞ്ഞാൽ ആർക്കും സന്തോഷം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, സന്തോഷമുണ്ടായി. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും ഉണ്ടായത് സന്തോഷമല്ല, ദുരന്തം ആയിരുന്നു എന്ന്. ആമേൻ കൂടിയിരുന്ന് ആമേൻ സ്തോത്രം പരിഹാസം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പരിഹസിച്ചാൽ സന്തോഷമാകത്തില്ല. ആമേൻ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും ആമേൻ സ്തോത്രം ആമേൻ അന്ന് നടന്നത് ആമേൻ കൊലപാതകമായിരുന്നു. ആമേൻ അന്ന് നടന്നത് മരണമായിരുന്നു. ആമേൻ സ്തോത്രം. കേൾക്കണമേ, ദൈവത്തിലൂടെ ആമേൻ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയാണ് സമാധാനത്തിൻ്റെതായ യാത്ര. യേശുവിനൊപ്പമുള്ള യാത്രയാണ് സന്തോഷത്തിൻ്റെതായ യാത്ര. യേശുവിനൊപ്പമുള്ള യാത്രയാണ് മുറിവ് കെട്ടുന്ന യാത്ര. യേശുവിനൊപ്പമുള്ള യാത്രയാണ് ആശ്വസിപ്പിക്കുന്ന യാത്ര. യേശുവിനൊപ്പമുള്ള യാത്രയാണ് സമാധാനത്തിന്റെ യാത്ര. യേശുവിനൊപ്പമുള്ള യാത്രയാണ് സന്തോഷത്തിന്റെ യാത്ര. യേശുവിനൊപ്പമുള്ള യാത്രയാണ് ആമേൻ നിത്യതയിലേക്കുള്ള യാത്ര. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വൈകിയവേളയിലും സന്തോഷത്തോടെ പറയട്ടെ, ആമേൻ യേശുവിനൊപ്പമുള്ള യാത്ര ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ യാത്രയാണ്. ആമേൻ സ്തോത്രം. ഇതിനകത്ത് കുടുംബമായിരിക്കുന്നവർ കാണും, ഈ ശബ്ദം കേൾക്കുമ്പോൾ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നവർ കാണും. ഞാൻ പറയും ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഞങ്ങളായിരിക്കുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റു. ആമേൻ ഇളയവൻ ആഹാരം കഴിക്കുവാൻ വലിയ ബുദ്ധിമുട്ട് കാണിച്ചു, അതുകൊണ്ട് താമസിച്ചു. എങ്കിലും ആമേൻ വിപ്രാളപ്പെട്ട് ആലയത്തിൽ വന്നു. കൃത്യസമയത്ത് ആരാധന തുടങ്ങി. ആമേൻ സ്തോത്രം. എൻ്റെ മൂത്ത കുഞ്ഞ് പാടി. ആമേൻ സ്തോത്രം. വർഷിപ്പ് വിജി ലീഡ് ചെയ്തു. ഞാൻ പ്രസംഗിച്ചു. ആമേൻ തുടർന്ന് ആമേൻ സ്തോത്രം ഞങ്ങൾ ഉപവാസമായിരുന്നു. കുഞ്ഞ് ആഹാരം കഴിച്ചു. ഒപ്പമുള്ളവരും ചേർന്ന് ആമേൻ ഞങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ സ്തോത്രം. അനേക ഭവനങ്ങളിൽ നിന്നുയരുന്ന ആമേൻ ഗദ്ഗതത്തിന്റെ ശബ്ദം ഞങ്ങളുടെ തൊണ്ടയിൽ ഇല്ല. ഞങ്ങൾ ഹാപ്പിയാണ്, കാരണം ഞങ്ങളുടെ യാത്ര യേശുവിനൊപ്പമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ആമേൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. ചിലരൊക്കെ കമന്റ് ഇടുകയും ചെയ്യും. കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഏതെങ്കിലും ഒരു ദൈവദാസന്റെ മകൻ പാടുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ആമേൻ അവനെ കളിയാക്കിക്കൊണ്ട്, അവനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അവനെ മോശമായിട്ട് അപമാനിച്ചുകൊണ്ടൊക്കെ മെസ്സേജ് ഇടുന്ന കുറേ പൊട്ടന്മാർ ഈ ലോകത്തിലുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. ആമേൻ
ആമേൻ സ്തോത്ര. മക്കൾ ആമേൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരപ്പനും അമ്മയും അനുഭവിക്കുന്ന സമാധാനം, ഒരപ്പനും അമ്മയും അനുഭവിക്കുന്ന സന്തോഷം ഈ ലോകത്തിൽ അതില്ലെന്നേ. ആമേൻ. കമന്റ് ഇടുന്നവനും കിട്ടത്തില്ല, ട്രോളുന്നവനും കിട്ടത്തില്ല, ദൈവദാസന്മാരുടെ മക്കളെ പരിഹസിക്കുന്നവർക്ക് കിട്ടത്തില്ല. ദൈവദാസന്മാർക്ക് ആമേൻ ദൈവം കൊടുത്ത ഏറ്റവും വലിയ വരദാനമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പാടുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതിക്കുന്ന, ദൈവത്തിന്റെ സന്നിധി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുറ്റം പറയുവാൻ ഒരുപാട് പേർ കാണുമെന്നേ. കുറ്റം പറയുന്നവർ അവിടെ ഇരുന്ന് പറയത്തേ ഉള്ളൂ. പക്ഷേ ആ അപ്പനും അമ്മയും ഒന്നും അനുഭവിക്കുന്ന സന്തോഷം ഈ ലോകത്തിലെ എത്ര കൊടുത്താലും, എത്ര കമന്റ് കിട്ടിയാലും, എത്ര ലൈക്ക് കിട്ടിയാലും ഒരുത്തർക്കും അത് ആമേൻ ലഭിക്കത്തില്ല. ഞങ്ങളത് അനുഭവിക്കുന്നവരാണ്. ഒത്തിരി പേരിൽ നിന്ന് ഞങ്ങളത് കേൾക്കുന്നവരാണ്. സന്തോഷത്തോടെ ഞങ്ങൾ ആമേൻ സ്തോത്രം അനുഭവത്തെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ കേൾക്കണമേ, യേശുവിനൊപ്പമുള്ള യാത്ര ലോകത്തിൽ നിന്ന് അകന്നുള്ള യാത്രയല്ല. നോക്കൂ, യേശുവിനൊപ്പം പത്രോസും ഒപ്പമുള്ളവരും യാത്ര ചെയ്യുകയാണ്. നേരെ യേശു എന്താണ് ചെയ്തത്? എന്നാ വാ പത്രോസേ, എന്നാ ആന്ത്രയോസേ വാ, നമുക്ക് കാൽവരിയിലേക്ക് പോയി കളയാം എന്ന് പറഞ്ഞു. നോ, യേശു അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നവനല്ല. യേശു എന്താണ് ചെയ്തത്? ആമേൻ പത്രോസിനോടും അവൻ ആന്ത്രയോസിനോടും ഒപ്പം ചേർന്ന് അവരെ ഭവനത്തിലേക്ക് കടന്നുപോയി. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും. 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിന്റെ ഭവനത്തിൽ, ശീമോൻ പത്രോസിന്റെ ഭവനത്തിൽ യേശു എത്തുമ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നു. ആമേൻ സ്തോത്രം. ഒരു നിമിഷം നിങ്ങളത് ഭാവനയിൽ കാണുവാൻ ശ്രമിച്ചേ. യേശുവുണ്ട്, ആമേൻ. അപ്പോൾ കിട്ടിയ 2 ശിഷ്യന്മാരുമുണ്ട്, ആമേൻ. ചില ആൾക്കാരും ഒക്കെ കാണുമല്ലോ. ഓ സ്തോത്രം, യേശുവിനൊപ്പം ഇവന്മാർ ഇത് എങ്ങോട്ട് പോകുന്നു? ആമേൻ. ആകപ്പാടെ ഇവന്മാർ കുഴപ്പം പിടിച്ചവന്മാരാണ്. നേരെ ചൊവ്വേ വല വീശാൻ പോലും അറിയത്തില്ല. ഇതാ ഒരുത്തന്റെ കൂടെ, അതാരാ? തച്ചന്റെ മോന്റെ കൂടെ മുക്കുവന്റെ മക്കൾ പോകുന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ പറഞ്ഞ് കളിയാക്കി കാണും. അങ്ങനെ കളിയാക്കുന്നവരുടെ കൂട്ടവും ഉണ്ടായിരിക്കും. ആമേൻ. അപ്പോൾ യേശു നേരെ പോയത് എവിടേക്കാ? ആമേൻ പത്രോസിന്റെ ഭവനത്തിലേക്ക്. അവിടെ പത്രോസിന്റെ അമ്മായിയമ്മ ദീനം ബാധിച്ചു കിടക്കുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ അവിടെ എത്തിയ ഉടനെ യേശു പറയും, ഓ വന്നത് അബദ്ധമായി പോയി. ആമേൻ. എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി കാറ്റും കൊണ്ടിരുന്ന് വല്ലതും കുറിക്കാനുള്ള സമയത്ത് ദീനം പിടിച്ച ഒരു വീട്ടിൽ കടന്നു വന്നു. അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുന്നവനല്ല യേശു. ദീനമായി കിടന്നവളെ യേശു കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇന്ന് യേശുവിനൊപ്പം നീ യാത്ര ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് കിട്ടപ്പിലായി പോയതിനെ എൻ്റെ യേശു വന്ന് എഴുന്നേൽപ്പിക്കും. യേശുവിന് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം വീണുപോയ ചിലതിനെ, ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് നീയും ലോകവും പറഞ്ഞതിനെ, ഇനി പ്രയോജനപ്പെടത്തില്ല എന്ന് നീയും ലോകവും പറഞ്ഞതിനെ, പത്രോസേ നീ ഇറങ്ങി തിരിച്ചത് വൃഥാവായി തീരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നീ ഇറങ്ങി തിരിച്ചത് വൃഥാവായി തീർന്നു എന്ന് പറയുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. കേൾക്ക്, ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം, വീണുപോയ ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ യേശു നിന്റെ ഭവനത്തിനകത്ത് വരും. ഹല്ലേലൂയ. നിന്നെയും വലിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോകുമെന്നല്ല, നിന്റെ കൂടെ എൻ്റെ യേശു നിന്റെ ഭവനത്തിനകത്ത് വരും. ആമേൻ. എൻ്റെ യേശു നിന്റെ ഭവനത്തിനകത്ത് വരും. ആമേൻ. എന്നിട്ട് പത്രോസിന്റെ അമ്മായി അമ്മയ്ക്ക് എന്തുകൊണ്ട് പനി വന്നു എന്ന് ചോദിച്ച് കമന്റ് ഇടാൻ വേണ്ടി നിൽക്കണ്ട. പനി വന്നതുകൊണ്ടാണ് സുഖം കൊടുത്തത്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലതൊക്കെ പനിക്കണം. ആമേൻ. ചിലതൊക്കെ പ്രശ്നങ്ങളിലാകണം, ചിലതൊക്കെ കല്ലറയ്ക്കകത്താവണം. ആമേൻ. അപ്പോഴേ ആമേൻ ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. തിരിച്ചറിയുന്നവർക്കായി അങ്ങനെയൊന്നും ആകാത്തതൊന്നും പ്രയോജനപ്പെടത്തില്ല. ഓ യേശുവിൻ നാമത്തിൽ ആമേൻ സ്തോത്രം. നോക്കിയേ, എന്തിനാ പത്രോസിന്റെ അമ്മായിയമ്മയെ യേശു കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചത്? ആമേൻ. പത്രോസ് കൊണ്ടുവരുന്നതിലുള്ള ആമേൻ വലിയ മുഴുത്ത ചൂരയെ വെട്ടി തലക്കറി വെക്കാനും ബാക്കി പൊരിക്കാനും അച്ചാറിടാനുമല്ല. ആമേൻ. യേശുവിന് ശുശ്രൂഷ ചെയ്യുവാൻ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ യേശുവിന്റെ കൂടെ ഇറങ്ങുമെങ്കിൽ ആമേൻ നിശ്ചയമായും ഈ വൈകിയ വേളയിൽ വിളിച്ചു പറയട്ടെ, ആമേൻ അകത്തുള്ളതൊക്കെ കർത്താവിനെ ശുശ്രൂഷിക്കും. ആമേൻ. യേശുവിൻ നാമത്തിൽ നീ ഇറങ്ങിയത് യേശുവിനൊപ്പമാണെങ്കിൽ, നീ യേശുവിനൊപ്പമാണെങ്കിൽ അകത്തുള്ളതൊക്കെ യേശുവിനെ ശുശ്രൂഷിക്കും. ആമേൻ. ഇതൊരു പകർച്ചവ്യാധി. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇതൊരു പകർച്ചവ്യാധി പോലെയാ. പറഞ്ഞത് ഞാനല്ല. ആമേൻ. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷേ ആമേൻ പെന്തക്കോസ്തുകാരെന്ന് പേരുള്ളവർക്ക് അദ്ദേഹത്തെ പോലുള്ളവരുടെ പേരൊക്കെ പറഞ്ഞാൽ ഇച്ചിച്ചി എന്ന് തോന്നും. ആമേൻ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരിത്തിരി നല്ല നിലയിൽ ജീവിക്കുന്നത് കൊണ്ട്. നമുക്ക് ലോകത്തിൽ ഒന്നിനെയും കണ്ടുകൂടല്ലോ. നല്ല നിലയിൽ ജീവിച്ചാൽ നമ്മൾ പറയും അവർ പാപികളാണ്. എങ്ങനെയോ പോട്ടെ. ആമേൻ. സ്തോത്രം. കേൾക്കണമേ, ആ
ദൈവദാസനോട് ആമേൻ സ്തോത്രം ഒരിക്കൽ മറ്റൊരു ദൈവദാസൻ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാനൽ ഇന്റർവ്യൂവിൽ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ ഡോക്ടർ ഉണ്ടല്ലോ, എഞ്ചിനീയർ ഉണ്ടല്ലോ, അവരെല്ലാം ഇങ്ങനെ കൺവെൻഷൻ പ്രസംഗിച്ച് ആരാധനയും നടക്കുന്നത്? അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, യേശുവിനെ എനിക്ക് കിട്ടിയ പകർച്ചവ്യാധിയാണ് ശുശ്രൂഷ. ആമേൻ, ഞാൻ എന്ന് തുടങ്ങിയോ അത് പകർച്ചവ്യാധി എൻ്റെ കുടുംബത്തിനകത്തും കയറാൻ തുടങ്ങി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷ പകർച്ചവ്യാധിയാ. നിന്റെ കുടുംബത്തിനകത്തുള്ള സകലതും ശുശ്രൂഷിക്കും. യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയ സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, ദേശമേ കേൾക്ക്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന്റെ അമ്മായിയമ്മ പറയും വേണമെങ്കിൽ, ആമേൻ, യേശുവേ ഈ ചെറുപ്പക്കാരൻ നിനക്ക് കിട്ടിയില്ലേ, ഈ വയസ്സാങ്കാലത്ത് നീ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? യേശു വിടത്തില്ല, വയസ്സായാലും വിടത്തില്ല. ആമേൻ. ശുശ്രൂഷിപ്പിച്ചല്ലാതെ വിടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിനൊപ്പമുള്ള യാത്ര. ആമേൻ. നോക്കൂ, ആമേൻ, സ്തോത്രം. യാത്ര തുടങ്ങുന്ന സമയത്ത് 5:11 അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അത്ഭുതത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം പലതിനെയും വിട്ടുള്ള അനുഗമനമാണ്. ആമേൻ. കേൾക്കണമേ, അവരെന്തിനെയാണ് വിട്ടത്? ആമേൻ. അവരെ ഒത്തിരി നിരാശപ്പെടുത്തി, അവരെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു കാര്യത്തെ വിട്ടാണ് അവർ യാത്ര തുടങ്ങിയത്. കേൾക്കുക, അവരെ ഒത്തിരി നിരാശപ്പെടുത്തി അവർക്ക് ഒത്തിരി സന്തോഷം നൽകിയ ഒരു കാര്യം. ആമേൻ. നിറഞ്ഞ വല, വലിച്ചു കയറ്റാൻ സഹായികൾ വേണ്ടി വന്ന വല, കുറച്ചു മുമ്പ് വരെ അവരെ ഒരുപാട് വേദനിപ്പിച്ച, അവരെ ഒരുപാട് സങ്കടപ്പെടുത്തിയ വല, ആ വല ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ അവർ നടന്നു. ആമേൻ. ചിലത് ഉപേക്ഷിക്കാതെ യേശുവിൻ്റെ പിന്നാലെ നിനക്ക് നടക്കുവാൻ കഴിയത്തില്ല. ആമേൻ. നിങ്ങളെ സന്തോഷിപ്പിച്ച ചിലത് ഉപേക്ഷിക്കാതെ, നിങ്ങളെ ആനന്ദിപ്പിച്ച ചിലത് ഉപേക്ഷിക്കാതെ. അവൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഗലീല കടൽക്കരയിൽ യേശു പത്രോസിൻ്റെ പടകിലെത്തിയതിന് ശേഷം പത്രോസിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? എല്ലാവരും ഇങ്ങനെ ആശ്ചര്യത്തോടെ ആയിരിക്കും പത്രോസിനെ നോക്കി. കൊള്ളാമല്ലോടാ, ഇവൻ്റെ വലയിൽ ഇതിന് മാത്രം മീനോ, ഇവന് മാത്രം ഇതെങ്ങനെ കിട്ടി, ഇവൻ സംഭവമാണല്ലോ. ആമേൻ. നമ്മളൊക്കെ വില നിറച്ച് പോയപ്പോഴും ഇവൻ ഒന്നുമില്ലാതെ ഇവിടെ നിന്നവനല്ലേ, ഇവൻ എങ്ങനെയാ ഇത്രയും കിട്ടിയതോ? എല്ലാവരുടെ ആശ്ചര്യപാത്രമാണ്. ആമേൻ. സ്തോത്രം. ഞാൻ പറയും എല്ലാം ഓക്കെ, എല്ലാം തികഞ്ഞ പത്രോസ്. പക്ഷേ ആ തികവിനെല്ലാം വിട്ടുകളഞ്ഞ് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി. ഇന്ന് ഈ രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കും ആഗ്രഹമുണ്ട് പലർക്കും യേശുവിനെ അനുഗമിക്കണം. പക്ഷേ ഈ തികഞ്ഞതിനൊക്കെ വിട്ടുകളയുവാൻ പലർക്കും മടിയാ. ആമേൻ. പലതിനെയും വിട്ടുകളയുവാൻ പലർക്കും മടിയാ. പേര്, പെരുമ, പ്രശസ്തി, നമ്മൾ എത്തിച്ചേർന്ന പലതും വിട്ടുകളയുവാൻ മടിയാ. പ്രിയരെ, വിട്ടുകളഞ്ഞ് യാത്ര ചെയ്യുമെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിവുള്ളവനാണ് എൻ്റെ യേശു. ആമേൻ. നിന്റെ അവസ്ഥയെ മാറ്റുവാൻ കഴിവുള്ളവനാണ് എൻ്റെ യേശു. നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിവുള്ളവനാണ് എൻ്റെ യേശു. നിന്റെ ആ ഈഗോയെ വിട്ടുകളഞ്ഞ്, നിന്റെ ഇന്നലകളിൽ നീ നേടിയെടുത്തതിനെ വിട്ടുകളഞ്ഞ്, ആമേൻ, എൻ്റെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നീ തയ്യാറാകുമെങ്കിൽ യേശു നിന്റെ ഭവനത്തിനകത്ത് കടന്നു വരും. വീണുപോയതിനെ യേശു ഓ രാധാരാശക ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ യേശു വീണുപോയവരെ എഴുന്നേൽപ്പിക്കും. ആമേൻ. വിടേണ്ടത് വിട്ട് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത ആമേൻ പത്രോസ്. ആമേൻ. സ്തോത്രം. പത്രോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, യേശുവേ, ആമേൻ, നീ തന്നത് തന്നു. ആമേൻ. ഞാനിനി കൊണ്ടുപോയി വിറ്റ് എല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് വരാം. ആമേൻ. സെറ്റിലാക്കിയിട്ട് വരുന്നവരെ ഒന്നും യേശുവിന് ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ. സെറ്റിലാക്കിയിട്ട് വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവനുമല്ല യേശു. ആമേൻ. നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം എനിക്ക് തന്നത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു, ഞാൻ പാപിയാണ് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ, ഈ സമയം വിടേണ്ടതിനെ വിട്ട് ഈ വൈകിയ വേളയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ ഇറങ്ങി തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അത്ഭുതങ്ങളിലേക്ക് നിനക്കൊരു യാത്രയുണ്ട്. ചുമന്ന് മടുത്ത, പരിഹാസം കേട്ട് മടുത്ത, നിരാശനായി തലകുനിച്ചായിരുന്ന അതേ സ്ഥാനത്ത് നിന്ന് യേശുവിനോട് ഒരുക്കപ്പെടുന്ന അത്ഭുതത്തിലേക്ക് നിനക്കൊരു യാത്രയുണ്ട്. ഈ വൈകുന്നേരം ആ വിളിയുടെ സമയമാണ്.
നോക്കിയേ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 37 വാക്യം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, യേശുവിനൊപ്പം ആമേൻ സ്തോത്രം പത്രോസും ആമേൻ സ്തോത്രം ചില ശിഷ്യന്മാരും ഒരു പ്രമാണിയുടെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. ആമേൻ സ്തോത്രം. എവിടേക്ക്? പ്രമാണിയുടെ ഭവനത്തിലേക്ക്. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും 3 പേർ, സ്പെഷ്യലായ 3 പേർ. ആ 3 പേരിൽ ഒരാൾ ആരാണ്? പത്രോസ്. സ്പെഷ്യലായ 3 പേരിൽ ഒരാൾ പത്രോസ്. ആ പത്രോസും ആമേൻ സ്തോത്രം യേശുവിനൊപ്പം ചേർന്ന് ഒരു പ്രമാണിയുടെ ഭവനത്തിന് അകത്തേക്ക് കടന്നുപോയി. കേൾക്കണമേ ആമേൻ സ്തോത്രം. ഇന്ന് ഈ 2025 പ്രാരംഭ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ആലോചന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൈമാറട്ടെ. ചില പ്രമാണിമാരുടെ ഭവനങ്ങളിലേക്ക് യേശു നിങ്ങളെയും കൊണ്ട് കടന്നു ചെല്ലും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി 2025 പ്രമാണിമാരുടെ ഭവനത്തിലേക്ക് യേശുവിൻ നാമത്തിൽ പേരും പെരുമയും പ്രശസ്തിയും ആമേൻ ഗേറ്റ് പൂട്ടി കഥകടച്ചകത്തിരിക്കുന്ന ചില ഭവനങ്ങൾക്കകത്തേക്ക് ദേശമേ കേൾക്ക്. ഗേറ്റ് പൂട്ടി കഥകടച്ചിരിക്കുന്ന ചില ദേശങ്ങൾ ചില ഭവനങ്ങൾക്കകത്തേക്ക് യേശു ചിലരുമായി കടന്നു വരുവാൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. കേൾക്കുന്ന പ്രിയരെ, ആമേൻ. യേശു പാപം പിടിച്ച പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ മാത്രമല്ല, പ്രമാണിയുടെ വീട്ടിലും കടന്നു ചെല്ലും. ആമേൻ സ്തോത്രം. നീ യേശുവിനൊപ്പമാണോ? നീ നിൽക്കുവാൻ ഇടയില്ലാത്ത ചില സ്ഥാനങ്ങളിൽ യേശു നിന്നെ കൊണ്ടു ചെന്ന് നിർത്തുക. ചില പ്രമാണിമാരുടെ ഭവനങ്ങൾക്കകത്ത് പേരും പെരുമയും പ്രശസ്തിയും പുകഴ്ചയുമുള്ള ചിലരുടെ ഭവനങ്ങൾക്കകത്ത് ഒരിക്കലും തുറന്നു കിട്ടാത്ത ഗേറ്റുകളുള്ള, ഒരിക്കലും തുറന്നു കിട്ടാത്ത വാതിലുകളുള്ള ഭവനങ്ങൾക്കകത്ത് 2025 വിശ്വാസത്തോടെ യേശുവിനൊപ്പം യാത്ര ചെയ്യുന്ന സഹോദര, നിന്നെ എന്റെ യേശു കൊണ്ടു ചെന്ന് നിർത്തും. നീ യേശുവിനൊപ്പം യാത്ര ചെയ്തത് യേശു നിന്റെ വീട്ടിനകത്ത് വന്ന് പാപം പിടിച്ച വലിയമ്മച്ചി എഴുന്നേൽപ്പിക്കുവാൻ മാത്രമല്ല, പ്രമാണിയുടെ ഭവനത്തിനകത്തും വീണ് കിടക്കുന്ന ചിലതുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മുടെ വീട്ടിലെ വലിയമ്മച്ചിക്ക് കാലുവേദന വന്നാൽ ദേശം മുഴുവനും അറിയും. പക്ഷേ പ്രമാണിമാരുടെ വീട്ടിലുള്ളവർ തീർന്നു പോയാലും ആരും അറിയത്തില്ല. ആമേൻ. പക്ഷേ യേശു അറിയും. നിന്നെ കൊണ്ട് ചില ഭവനങ്ങൾക്കകത്ത് കടന്നു ചെല്ലും. ആമേൻ. ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്ന കണ്ട്, ആമേൻ, വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് നമ്മൾ വിചാരിക്കും അവിടെ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ എന്നാ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. പ്രമാണിമാരകത്ത് കരയുക. ആമേൻ. പ്രമാണിമാർ വീണ് കിടക്കുന്നതിനെ കേട്ടുകൊണ്ട് കരയുക. ചിലതിനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ യേശുവിൻ നാമത്തിൽ നിന്നെ വിളിച്ചതേ. ആമേൻ. ഗലീല കടലിൽ തീരത്തുകൂടെ തേരാ പാര അലയുവാനല്ല, തിരയെണ്ണി ജീവിതം കളയുവാനല്ല, തമ്മിലടിക്കുവാനല്ല, പ്രമാണിമാരുടെ ഭവനത്തിനകത്ത് ദൂതാവർത്തിച്ച് പറയട്ടെ, പ്രമാണിമാരുടെ ഭവനത്തിനകത്ത്, പേര് പെരുമ പ്രശസ്തിയുള്ള പ്രമാണിമാരുടെ ഭവനത്തിനകത്ത്, ദേശത്തിൽ പേരും പെരുമയും പ്രശസ്തിയും ഉള്ളത് കൊണ്ട് അകത്തുള്ളത് ആരും അറിയത്തില്ല എന്ന് രഹസ്യത്തിൽ വെച്ച് കരയുന്ന പ്രമാണിയെ യേശു നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ ഭവനത്തിനകത്തേക്ക് യേശു ചിലരെ അയക്കുവാൻ പോകുക. പുറത്തിറങ്ങി വാ, യേശുവിനെ വിളിക്ക്. ചിലരുമായി യേശു നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരും. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഒരു കുഞ്ഞ് ആമേൻ നഷ്ടപ്പെട്ടു പോയി. പാവപ്പെട്ട പത്രോസിന് മാത്രമല്ല, പത്രോസിന്റെ അമ്മായി അമ്മയ്ക്ക് മാത്രമല്ല വേദന, പ്രമാണിക്കും വേദന തന്നെയാണ്. ആമേൻ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നേ പാവപ്പെട്ട വാദം വന്ന അമ്മച്ചിക്ക് മാത്രമേ യേശുവിനെ ആവശ്യമുള്ളൂ എന്നാണ്. ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷയുടെയും ആരംഭത്തിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചിന്തിച്ചത്. പാവപ്പെട്ട 10-15 അമ്മച്ചിമാരെ കൂട്ടിയിരുത്തി യേശുവിനെ കൊടുക്കാം. ആമേൻ. കർത്താവ് പറഞ്ഞടാ, പാവപ്പെട്ട അമ്മച്ചിമാർക്ക് മാത്രമല്ല, ഗേറ്റുമൊക്കെ പൂട്ടി കതവ് അടച്ചിരിക്കുന്ന ഒരുപാട് ഭവനങ്ങൾക്കകത്ത് എന്നെ ആവശ്യമുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുപോയി നിർത്തുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ലെവൽ മാറുന്നത്. ആമേൻ. ഹല്ലേലൂയ. യേശുവിനൊപ്പമുള്ള യാത്ര അത് അത്ഭുതത്തിലേക്കുള്ള യാത്ര. ഞങ്ങളുടെ ജീവിതം വെച്ച് ഞാൻ പറഞ്ഞത്. ആമേൻ. യേശുവിനൊപ്പമുള്ള യാത്ര അത്ഭുതത്തിലേക്കുള്ള യാത്ര. യേശുവിനൊപ്പം യാത്ര ചെയ്യുന്നവന് തിരയെണ്ണാൻ സമയം കിട്ടത്തില്ല. ഹല്ലേലൂയ. അവൻ ഗലീല കടലിൽ നിന്നൊക്കെ വാരിക്കൊണ്ട് പോയവൻ. നമ്മളതൊക്കെ പണ്ട് ഗലീല കടലും ആമേൻ വെള്ളവും വലയൊക്കെ വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാ. ഈ വൈകുന്നേരം എൻ്റെ യേശു വിളിക്കുക. ആമേൻ. ചിലത് ഇട്ട് കളഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറുണ്ടോ? പ്രമാണിമാരുടെ ഭവനം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലരെയൊക്കെ മാറ്റി നിർത്തി പ്രമാണിമാരുടെ ഭവനത്തിനകത്ത് പത്രോസിനെ കൊണ്ടുവന്ന് ചേർത്ത് യേശുവിൻ നാമത്തിൽ സഹോദര, നിന്നെ ചില സ്ഥാനങ്ങൾ, നീ ആയിരിക്കുന്ന രാജ്യത്തെ ചില സ്ഥാനങ്ങളിൽ എൻ്റെ കർത്താവ് കൊണ്ടുവന്ന്
കൊണ്ടുവന്ന് നിർത്തി. ആമേൻ. നിന്റെ മുൻപിൽ നിർത്തി എൻ്റെ യേശു അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ആ പ്രമാണിയുടെ ഭവനത്തിന്റെ കണ്ണുനീരിന് യേശു അറുതി വരുത്തി. ആമേൻ. പ്രമാണിയുടെ ഭവനത്തിൽ വീണുപോയതിനെ യേശു എഴുന്നേൽപ്പിച്ചു. ആമേൻ. മക്കൾ വീണുപോയ ചില പ്രമാണിമാർ കേൾക്കുന്നുണ്ട്. ആമേൻ. കേൾക്ക്. ആമേൻ. എൻ്റെ യേശു എഴുന്നേൽപ്പിക്കും. കുടുംബം തകർന്ന് വീണുപോയ ചില പ്രമാണിമാർ കേൾക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. കേൾക്ക്. എൻ്റെ യേശു എഴുന്നേൽപ്പിക്കും. നീ യേശുവിനൊപ്പം നടക്കുക. ആമേൻ. നീ യേശുവിനൊപ്പം യാത്ര ചെയ്. യേശുവിനൊപ്പമുള്ള യാത്ര അത്ഭുതങ്ങളിലേക്കുള്ള യാത്രയാണ്. പല പ്രമാണിമാരും വീണതൊന്നും തിരിച്ചറിയാതെ നടക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആ വീണ സ്ഥാനത്ത് നിന്ന് അവരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിങ്ങളുടെ അടുക്കൽ നിശ്ചയമായും കടന്ന് വരിക തന്നെ ചെയ്യും. നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ മനോഹരമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആ സ്തോത്രം യാത്രയിൽ ഞങ്ങൾക്കേറെ ശക്തി പകർന്ന ഒരു വചനം. ആമേൻ. യേശുവിൻ്റെ മുൻപിൽ 5000, ഏകദേശം 5000 പുരുഷന്മാർ, അവരുടെ 10,000 ഭാര്യമാർ, അവരുടെ 20,000 കുഞ്ഞുമക്കൾ, എല്ലാം കൂടെ ഒരു വലിയ കൂട്ടം. സെൻസസ് എടുക്കുമ്പോൾ ഇന്നത്തെ പോലെയല്ല. അപ്പൂപ്പന്മാരില്ല, അമ്മച്ചിമാരില്ല, കുഞ്ഞുമക്കളില്ല. ആരോഗ്യമുള്ള ആണും പെണ്ണും മാത്രമേ സെൻസസിൽ കയറത്തുള്ളൂ, എണ്ണത്തിൽ കയറത്തുള്ളൂ. ബാക്കിയെല്ലാം വേസ്റ്റാ. ആമേൻ. സ്തോത്ര. പക്ഷേ യേശു വേസ്റ്റ് എന്ന് പറഞ്ഞ് ആരെയും ഒഴിവാക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നീ പ്രായമായാലും പ്രായമായില്ലെങ്കിലും നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ എൻ്റെ യേശു നിന്നെ പ്രയോജനപ്പെടുത്തും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അങ്ങനെ ആമേൻ വലിയൊരു പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ ആയിരിക്കുന്നു. യേശു ആമേൻ സ്തോത്രം അവർക്ക് വേണ്ടത് നൽകുവാൻ തീരുമാനിച്ച ഉടനെ യേശു ഈ ശിഷ്യന്മാരെ, പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവരെ ഇരുത്തുവീൻ. ആമേൻ. നിങ്ങൾ അവരെ ഇരുത്തുവീൻ. ആമേൻ. നോക്കൂ, അവരിരുന്നത് ആരുടെ വാക്ക് കേട്ടിട്ടായിരിക്കണം? യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടാണോ? ആമേൻ. ശിഷ്യന്മാരുടെ വാക്ക് കേട്ടിട്ടാണോ? ആമേൻ. ഞാൻ പറയും അല്ല, സത്യം അതാണ്. യേശുവിൻ്റെ വാക്ക് അവരാരും കേട്ടില്ല. അവർ കേട്ടത് ശിഷ്യന്മാരുടെ വാക്കാണ്. ശിഷ്യന്മാരോടാണ് യേശു പറഞ്ഞത്, അവരെ ഇരുത്തുവീൻ, അവരെ ഇരുത്തുവീൻ. നീ ഇരിക്കുമെങ്കിൽ നിന്നെ തൃപ്തി വരുത്തുവാൻ വേണ്ടത് യേശു ഞങ്ങളുടെ കരങ്ങളിൽ തരും. ആമേൻ. തിരിച്ചറിയുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുക, അവരെ ഇരുത്ത്. ആമേൻ. സ്തോത്രം. അവരെ ഇരുത്ത്. എന്തിനാ ഇരിക്കാൻ പറഞ്ഞത്? ആമേൻ. സ്തോത്രം. ഇവരെ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുവാൻ വേണ്ടിയാ. ആമേൻ. സ്തോത്രം. വന്നു കൂടിയ ആ 40,000 പേരുടെ മധ്യത്തിലും യേശു ആമേൻ ഇറങ്ങി തിരിച്ച യുവന്മാരെ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ആമേൻ. അവന്മാരോട് പറയുക, നിന്റെയൊക്കെ കയ്യിൽ തന്നിട്ടേ കൊടുക്കത്തുള്ളൂ. പലർക്കും കുശുമ്പോ അസൂയൊക്കെ അതാ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരെ കാണുമ്പോൾ ആമേൻ കമന്റ് ട്രോളുമായിട്ട് ഇറങ്ങുന്ന പലർക്കുമുള്ള അസൂയ ഇതാ. ആമേൻ. ഇവന്മാർ പ്രാർത്ഥിച്ചാലേ കേൾക്കത്തുള്ളൂ, ഇവന്മാർ പ്രാർത്ഥിക്കുമ്പോഴേ അത്ഭുതം നടക്കുന്നുള്ളൂ, ഇവന്മാർ പ്രാർത്ഥിക്കുമ്പോഴേ രോഗി സൗഖ്യമാകത്തുള്ളൂ. നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആമേൻ. സ്തോത്രം. അത് വെട്ടിട്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ടുള്ള പ്രതിഫലമാ. ആമേൻ. സ്തോത്രം. എന്നാ വാരിക്കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞ് യേശു വാരി എറിയത്തില്ല, കൂടെ ഇറങ്ങിയവന്റെ കരങ്ങളിൽ കൊടുക്കും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കരം അനേകർക്ക് തൃപ്തി വരുത്തുവാനുള്ളതാ. നീ യേശുവിനെ വിളിച്ചിറങ്ങി തിരിച്ചതാണെങ്കിൽ, നീ പലതും വിട്ട് ഇറങ്ങി തിരിച്ചവളാണെങ്കിൽ, നീ പലതും സ്തോത്രം വിട്ടുകളഞ്ഞ് ഇറങ്ങി തിരിച്ചവനാണെങ്കിൽ, ഈ വൈകിയ വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ വിളിച്ചു പറയട്ടെ, നിന്റെ കരം, ആ ഒഴിഞ്ഞ കരമുണ്ടല്ലോ, അതൊത്തിരി പേരെ തൃപ്തിപ്പെടുത്തുവാൻ പോകുക. നിന്റെ വാക്ക് കേട്ടിരിക്കുന്ന നീ പറയുന്ന സുവിശേഷം കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരുന്ന, നിന്നോടൊപ്പമായിരിക്കുന്ന ഒത്തിരി പേരെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിൽ എന്റെ ദൈവം വർദ്ധിച്ചത്. ഓ രാധാ ശാഖ. Thank you, Lord. Amen. Hallelujah. Hallelujah. നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ആമേൻ. സ്തോത്രം. പ്രിയരെ, ആമേൻ. ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടിയ രാത്രി പുലരുന്നവരെ ആരാധിക്കും. കർത്താവേ, നീ എത്ര വലിയവനാ. ഒന്ന് നോക്കിയേ, ഇത്രയും വലിയ കൂട്ടം നിൽക്കുമ്പം ഇവരെക്കാളും ഒട്ടും മെച്ചമല്ല ഈ 12 അവന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ്റെ കയ്യിൽ 5 അപ്പവും മീനും ഉണ്ട്. ഇവന്മാരുടെ കൂട്ടത്തിൽ ഒന്നുമില്ല. പൊക്കണമുണ്ട്, എന്തൊക്കെ കൊണ്ട് നടക്കുന്ന സാധനമുണ്ട്, അല്ലാതെ ഒരു സാധനവുമില്ല. ആമേൻ. കണക്ക് പറയാൻ മാത്രം ഒരുത്തനുണ്ട്, അല്ലാതെ ഒന്നുമില്ല. പക്ഷേ ആ ഒന്നുമില്ലാത്തവന്മാരുടെ കയ്യെ ആമേൻ ഇത്ര വലിയ കൂട്ടത്തിന് തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം നിറച്ച കർത്താവ്. നിന്റെ ഒഴിഞ്ഞ കൈയല്ല, നിന്റെ കൈ ഉണ്ടല്ലോ, അതൊഴിഞ്ഞ കൈയല്ല. നിന്റെ വാക്ക് കേട്ടിരിക്കുന്ന ഒരു കൂട്ടത്തെ വലിയ കൂട്ടത്തിന് തൃപ്തി വരുത്തുവാൻ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഈ കരങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായി ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ വാക്ക് കേട്ടിരിക്കുന്ന ചിലരുടെ ഓ സ്തോത്രം ആമേൻ അവരുടെ വിശപ്പ് തീർക്കുവാൻ
അവരുടെ ആർത്തിക്ക് മതി വരുത്തുവാൻ, അവരുടെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ വേണ്ടത് എൻ്റെ യേശു നിങ്ങളുടെ കരങ്ങളിൽ തന്ന്, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ എന്നെ കേൾക്കുന്ന പലരും ചിന്തിച്ചേക്കാം, ഇതെല്ലാം ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ കർത്താവ് വിളിച്ചത് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. നീ ഒരു വീട്ടമ്മയാണെങ്കിൽ അനേക വീട്ടമ്മമാരുടെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടിയാണ് എൻ്റെ യേശു നിന്നെ വിളിച്ചത്. നീ ഒരു ഡ്രൈവറാണെങ്കിൽ അനേക ഡ്രൈവർമാരുടെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടിയാണ് യേശു നിന്നെ വിളിച്ചത്. നീ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അനേക ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടിയാണ് യേശു നിന്നെ. നിങ്ങൾക്ക് മനസ്സിലായില്ല, പാസ്റ്റർമാർക്ക് മാത്രം തരുന്ന ദൈവത്തെ കുറിച്ചല്ല പറഞ്ഞത്. നീ വിട്ടുകളഞ്ഞ് ഇറങ്ങിത്തിരിക്കുമെങ്കിൽ നീ ഒരു രോഗിയാണോ, അനേക രോഗികൾക്ക് ആശ്വാസമായി. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കൊറോണ സമയത്ത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ രണ്ട് മേഖലയാണ് നമ്മളേറെ അസൂയയോടെയും ആശ്ചര്യത്തോടെയും ഒക്കെ നോക്കുന്ന മേഖല, സിനിമ സീരിയൽ മേഖല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സിനിമ എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അതൊന്നുമല്ല. സിനിമയിൽ സീരിയലിൽ ജീവിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പാവപ്പെട്ടവരുണ്ട്, അന്നന്നത്തെ ജോലി കൊണ്ട് ജീവിക്കുന്ന, സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേർ പ്രൈസർ ഫാമിലിക്കൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര കാര്യമായിട്ട് പറയുന്നത്. കൊറോണ സമയത്ത് അങ്ങനെ സീരിയൽ മേഖലയിൽ നിന്ന് കുറച്ച് സഹോദരങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുകയുണ്ടായി. മരണം മാത്രമേ ഉള്ളൂ. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്ന അവർക്ക് അവരുടെ അഭിമാനത്തെ വിട്ടുകളഞ്ഞ് കൈ നീട്ടുവാൻ വയ്യ. 10 പൈസ പോലും കയ്യിലില്ല. എങ്കിലും മുഷിഞ്ഞ വസ്ത്രത്തോടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആമേൻ. കുറഞ്ഞ മാസ്ക് വെച്ച് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്തൊരു ഗതികെട്ട ജീവിതമാണെന്ന് ചിന്തിച്ച് നോക്കിയത്. നമുക്കില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉടുപ്പില്ല, ഒന്നുമില്ലാതെ നമ്മൾ തേരാപ്പാര നടക്കും. പക്ഷേ ചില വ്യക്തികൾക്ക് പറ്റത്തില്ല. അവരുടെ സ്റ്റാറ്റസ് വിട്ടുകളയുവാൻ കഴിയത്തില്ല. സ്റ്റാറ്റസ് വിട്ടുകളയുവാൻ കഴിയാത്ത ആരോ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്നെ യേശു കണ്ടിട്ടുണ്ട്. ആമേൻ. നീ പുറത്തു വന്നില്ലെങ്കിലും നീ ഇരിക്കുന്ന സ്ഥാനത്തെ കെരീത്തായി കണ്ട് യേശു കാക്ക അയക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീ പട്ടിണിയായി ചാകാതിരിക്കുവാൻ, നീ അവസാനിച്ചു പോകാതിരിക്കുവാൻ ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, കെരീത്ത് നോക്കി പറന്ന കാക്ക നിന്റെ വീട് തേടി പറക്കുക. യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അതിൽ ചിലർ വിളിച്ചു. മരണം മാത്രമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒത്തിരി നേരം കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി സമയമുണ്ടായിരുന്നു. ഒത്തിരി നേരം ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമാണ്. സീരിയൽ ആർട്ടിസ്റ്റ് നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള അവരോരോ സീരിയലിനൊക്കെ പറയും. ഉടനെ നമ്മൾ യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കും, ഇന്ന സീരിയൽ എവിടെ കിടക്കുന്നു. ശരി തന്നെ, നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്നു, എന്ത് സുന്ദരൻ എന്ത് സുന്ദരി, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് വീണ്ടും അവരുടെ ശബ്ദം കേൾക്കും, അവരുടെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ അവർ അവസാനം നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ വരുമ്പോൾ അവർ പറയും, ദൈവദാസനെ, ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ആമേൻ. ഞങ്ങളിതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഇറങ്ങി വരട്ടെ. ആമേൻ. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ആമേൻ, നിന്നെ വിളിച്ചത് സഹോദര, നിന്നെ പോലെ ആമേൻ ഈ മേഖലയിൽ കരയുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടി ഇന്നും ഒപ്പിക്കോട്ട് നിൽക്കുന്ന ഒത്തിരി ആമേൻ സുവിശേഷകന്മാർ സീരിയൽ മേഖലയിൽ പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. കേൾക്കണമേ. ആമേൻ. അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിനി എത്ര വലിയ പ്രാസംഗികനെന്ന് പറഞ്ഞു വന്നാലും നിൻ്റെയൊക്കെ ഫ്ലാറ്റിൻ്റെ 7 അയലത്ത് വരാൻ നീയൊക്കെ എന്നെ സമ്മതിക്കത്തില്ല. പക്ഷെ നീ അങ്ങ് പോയി കഴിഞ്ഞാൽ അവന്മാർ വാതിലൊക്കെ തുറന്ന് അകത്ത് കയറ്റും, കുപ്പിയൊക്കെ നിർത്തി വയ്ക്കും. ആ സമയത്ത് നീ കുപ്പിയെടുത്ത് താഴെ വെച്ചിട്ട് ബൈബിൾ അവിടെ വെച്ചാൽ മതി. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആർക്കും ചെന്നെത്താൻ പറ്റാത്ത സ്ഥാനങ്ങളിലേക്ക് കർത്താവ് ചിലരെ അയക്കും. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് മാത്രം ചെന്നെത്താൻ പറ്റുന്ന ചില സ്ഥാനങ്ങൾ ദേശത്തിലുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ, ആമേൻ. കർത്താവ് കാക്കയെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ കർത്താവിനറിയാം, കാക്കയുടെ സ്ഥാനത്ത് പട്ടി പോയി കഴിഞ്ഞാൽ ആഹാബ് മണത്തു കൂടെ ചെല്ലും. അതെന്തിനാ ഒരു പട്ടി അങ്ങനെ തോട്ടിൻ്റെ വക്കിൽ സ്ഥിരം പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. ആമേൻ. വേറെ എവനെങ്കിലും പറഞ്ഞിട്ട് ആഹാബ് കണ്ടുപിടിക്കത്തില്ലേ? പക്ഷെ കാക്ക എന്ന് പറഞ്ഞ് കാക്കയൊക്കെ ആരും കാര്യമാക്കണമെന്നേ, ആരും കാര്യമാക്കാത്തതിനൊക്കെ കർത്താവ് പുറത്തു കൊണ്ടുവന്ന് പലതിനെയും പോഷിപ്പിക്കും. ആമേൻ. തൃപ്തി വരുവോളം പോഷിപ്പിക്കും. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ്, ആമേൻ, ആ ഒഴിഞ്ഞ കരവുമായി നീ അങ്ങനെ തളർന്നു നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ ഏൽപ്പിച്ചു കൊടുത്ത് ഇറങ്ങിയതാണെങ്കിൽ, പലതും വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയതാണെങ്കിൽ, ഈ 2025 ഒത്തിരി പേരുടെ ഇല്ലായ്മ തീർക്കുന്ന കരങ്ങളാക്കി നിങ്ങളുടെ കരങ്ങളെ കർത്താവ് മാറ്റും.
ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ആമേൻ. പ്രൈസർ ഫാമിലിക്കൊപ്പം വന്ന് ആമേൻ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരെല്ലാം ആമേൻ ഞങ്ങളെപ്പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശുശ്രൂഷ ചെയ്യുന്നവരായെങ്കിൽ ഞങ്ങളുടെ സഭ മുഴുവൻ ആമേൻ, സ്തോത്രം, ശുശ്രൂഷകരെ കൊണ്ട് നിറഞ്ഞേനെ. ആമേൻ. പക്ഷേ അവരിൽ പലരും ഇന്ന് അവരവർ ചെയ്ത മേഖലകളിൽ കർത്താവിൻ്റെ വേല ചെയ്തായിരിക്കുന്നു. ആമേൻ. ഡോക്ടർമാരുടെ മേഖലയിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവ് അവരെ ഡോക്ടറാക്കിയത് ഡോക്ടർമാർക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനാ. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് ജോലി തന്നത്, നിന്നെ ഡ്രൈവറാക്കിയത് ഡ്രൈവർമാരുടെ മേഖലയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടിയാ. ആമേൻ. കർത്താവ് നിന്നെ നഴ്സാക്കിയത് സഹോദരി നഴ്സുമാരുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടിയാ. കർത്താവ് നിന്നെ ആ രാജ്യത്ത് ആക്കി തീർത്തത്. പലർക്കും സങ്കടമാണ്, ഞങ്ങളിവിടെ ആയിപ്പോയി ദൈവദാസനെ, അല്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പം വന്ന് മറിച്ചേനെ. എടാ, നീയൊക്കെ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. ആമേൻ. ഒരു കൊച്ചു പെൺകുട്ടി നയമാൻ്റെ വീട്ടിൽ അടുക്കളയിൽ നിൽക്കുക, അവൾ മുട്ടി നിൽക്കുക. എനിക്ക് എപ്പം സുവിശേഷം പറയാൻ പറ്റും, എപ്പം സുവിശേഷം പറയാൻ പറ്റുമോ? അങ്ങനെ നിന്നപ്പോഴുണ്ട് നയമാനൊരു കുഷ്ഠം. എന്നാ പിടിച്ചോ സുവിശേഷം. ആമേൻ. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് യജമാനൻ അറിയാൻ പോകുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ദൂത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ ആയിരിക്കുന്നിടത്ത്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആമേൻ, നിന്നിലൂടെ ആമേൻ, സ്തോത്രം, എൻ്റെ യേശുവിനെ അനേകർ അറിയുവാൻ പോകുക. താങ്ക് യു ലോർഡ്. അപ്പോൾ യേശുവിനൊപ്പമുള്ള യാത്ര ആമേൻ, സ്തോത്രം, ആമേൻ, അത് കുട്ട നിറച്ചെടുക്കുന്ന യാത്രയാണ്. ആമേൻ. പത്രോസിനോട് ആ വള്ളത്തിൽ നിന്നും വലയിൽ നിന്നും പിടിവിടാൻ പറഞ്ഞത് നല്ല ക്രിപ്സിയായിട്ടുള്ള അപ്പം കുട്ടയ്ക്കകത്ത് നിറച്ച് ചുമക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പലരും വലയിൽ കുരുങ്ങിക്കിടന്നിട്ട് കുട്ട ചുമക്കുന്നവരക്കാരെ കണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാലും അവന്മാരെ കുട്ടയ്ക്കകത്ത് നിറയുണ്ട്. ആമേൻ. കർത്താവ് ആദ്യമേ പറഞ്ഞത് നീ ആ വലയിലെ പിടിവിട്ട ആമേൻ, സ്തോത്രം, നല്ല ക്രിപ്സിയായിട്ടുള്ള അപ്പം കുട്ടയ്ക്കകത്ത് നിറച്ചു തരാം, നിനക്ക് ചുമന്നുകൊണ്ട് നടക്കാം. ആമേൻ. വന്നുകൂടിയ ഒരുത്തനും ചുമന്നില്ല, കൂടെ നടന്നവന്മാർ ചുമന്നു 12 കുട്ട. ആമേൻ. ഓ, സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ. ആമേൻ, സ്തോത്രം. വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, ഈ വിധത്തിൽ 29-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ആമേൻ. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ ആമേൻ, പിശാച് നിങ്ങളുടെ ഉള്ളിനകത്ത് ഒരു ചിന്ത തന്നു, പത്രോസ് മുങ്ങി. അപ്പോൾ പറ, പോടാ പിശാചെ, പത്രോസ് നടന്നു. ആമേൻ. നമുക്ക് മുങ്ങണത് മാത്രമേ കാണാൻ താല്പര്യമുള്ളൂ, നടന്ന പത്രോസിനെ കാണണ്ട. ആമേൻ. നമ്മൾ ആമേൻ നടന്നത് കാണുമെങ്കിൽ യേശു നടന്നു, പത്രോസ് മുങ്ങി. ആമേൻ. പടത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ആമേൻ. പാവപ്പെട്ട യേശുവിനെ പത്രോസിനെ യേശു പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നടന്ന യേശുവിനെ പടം വരച്ചവന് പോലും പേടിയാ. ആമേൻ. നടക്കുന്നതിൻ്റെ പേടിയാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നടക്കുന്നതിൻ്റെ പേടിയാ. ആമേൻ. ലോകം പറയുന്നുണ്ട് ആമേൻ, നടക്കുന്നെങ്കിൽ യേശു നടന്നോട്ടെ, നീ മുങ്ങിക്കിടക്കുമ്പോൾ പൊക്കിയാ മതി. ആമേൻ. അല്ല, പത്രോസ് നടന്നു. മുങ്ങിയത് പിന്നെ അതവിടെ നിൽക്കട്ടെ, നടന്നു. പത്രോസേ, നീ നടക്കും. നീ വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ യേശു നടന്നതുപോലെ നീയും നടക്കും. ആമേൻ. ഉയർന്നു പൊങ്ങുന്ന ചില തിരമാലകൾക്ക് മേലെ തകർത്തെറിയുവാൻ, മുടിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. നീ നടക്കുവാൻ പോകുക. നീ വിളി കേട്ട് ഇറങ്ങിയവനാണെങ്കിൽ, നീ വിടേണ്ടത് വിട്ട് ഇറങ്ങിയവനാണ്. ഓ റാധാര ഷഹ. ആമേൻ. ഹല്ലേലൂയ. ഇത് വിട്ടിറങ്ങിയവൻ്റെ മാത്രം ഒരു പദവിയാണ്. ആമേൻ. പത്രോസ് ഇറങ്ങിയപ്പോൾ പടകിലകത്തുണ്ടായിരുന്ന മൂത്തവന്മാരൊക്കെ എന്തിനായിരിക്കും പറഞ്ഞേ? അഹങ്കാരം പിടിച്ചവൻ, ഞങ്ങൾ ഇത്രയും പേര് ഇതിനകത്തിരിക്കുമ്പോൾ ദോ ചാടി കടലിൽ പോയി എന്ന്. ഹല്ലേലൂയ. മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ പറയും. ആമേൻ. ഇങ്ങനെയൊന്നും പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. പറ്റിയില്ലെങ്കിൽ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. യുവന്മാരൊക്കെ നമ്മളെക്കാൾ നല്ല മനുഷ്യന്മാരാണ്. ആമേൻ. പത്രോസാകട്ടെ, പൗലോസാകട്ടെ, ആമേൻ, ശിഷ്യന്മാരാകട്ടെ, ആമേൻ, യേശുവിൻ്റെ അപ്പാപ്പനാക്കാൻ വേണ്ടി നമ്മൾ പണിപ്പെടണം. നമ്മളെക്കാൾ നല്ല മനുഷ്യന്മാരാണ്, തികഞ്ഞ മനുഷ്യന്മാരാണ്. ആമേൻ. ഒരു വേലക്കാരി വന്ന് കണ്ണുരുട്ടിയപ്പം തന്നെ, ഓ, പത്രോസൊക്കെ മറിഞ്ഞ മറിയൊക്കെ നമ്മളാണെങ്കിൽ 4 പാട് നോക്കും, എന്നിട്ടേ പറയത്തുള്ളൂ യേശുവിനെ എന്ന് പറഞ്ഞുകൂടാ. ആമേൻ. പക്ഷെ പത്രോസിന് അങ്ങനെ നോക്കേണ്ട ഇട പോലും വന്നില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, സ്തോത്രം. ഈ സ്തോത്രം മുഴുത്തവന്മാരൊക്കെ അകത്തിരുന്നോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് അഹങ്കാരം കാണിച്ച് ഇറങ്ങാൻ പോകുന്നു, ഞങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നു. ആമേൻ. ഏത് മുഴുത്തവന്മാരിരുന്നാലും നീ ഇറങ്ങുമെങ്കിൽ നീ നടക്കും. ആമേൻ. ഹല്ലേലൂയ. നീ ഇറങ്ങുമെങ്കിൽ ആമേൻ, ഇന്ന് വൈകുന്നേരം ദൂത് വിളിച്ചു പറയുക. തിരിച്ചറിയുന്നവർക്കായി ഇതെല്ലാവർക്കും വേണ്ട ദൂതൊന്നുമല്ല. ആമേൻ.
മനസ്സിലാവുന്നവർക്ക് മാത്രം മനസ്സിലായാൽ മതി. ആമേൻ. യേശുവിൻ നാമത്തിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. ചില അലറിയാർക്കുന്ന ആമേൻ സ്തോത്രം കടലിന് മീതെ ചിലർ നടക്കുവാൻ പോകുക. ഓ രാധാര ഷഖാരധരെ ഷന്ധാർഗന. ഈ വൈകുവേളയിൽ കർത്താവ് നിന്നെ വിളിച്ചത് ചില ആമേൻ സ്തോത്ര കടൽ അനുഭവങ്ങൾക്ക് മേലെ നടക്കുവാൻ വേണ്ടിയാ. തകർത്തുകൊണ്ടിരിക്കുന്ന മുടിച്ചുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾക്ക് മീതെ നടക്കുവാൻ വേണ്ടിയാ. വിളി കേട്ടിറങ്ങിയ പത്രോസേ, ഓ സ്തോത്രം, നീ മുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാറ്റ് വീശുന്നത് കണ്ട് നീ പേടിക്കണ്ട. ആമേൻ ആമേൻ. മുഴുത്തവന്മാരൊക്കെ വെള്ളത്തിൽ ഇരിക്കുന്നത് കണ്ട് നീ ചിന്തിച്ച് ഭാരപ്പെടേണ്ട. നീ നടന്നു തുടങ്ങിക്കോ. മുങ്ങിയാലും പിടിക്കാൻ യേശുവുണ്ട്. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ നടക്കുന്നതല്ല, ഞങ്ങളെ പിടിക്കുവാൻ ഒരുത്തൻ ഉള്ളത് കൊണ്ട് നിൽക്കുന്നതാ. തിരിച്ചറിയുന്നവർക്കായി കരങ്ങൾ തട്ടി ആ നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. ഇറങ്ങി തിരിച്ച പത്രോസ് അത്ഭുതം കണ്ടതുപോലെ ഓ റീധാര ഷഖാരധരെ ഷന്ധാരകന ആ അത്ഭുതം കാണുവാൻ രാധേനെ ആ രാധാര ഷഖാരധരെ ഒരുമിച്ച് മധ്യവാനിൽ വെളിപ്പെടുവാൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരേ വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആടിക്കടി ഉയർന്നിടുമ്പോ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടി ഉയർന്നിടുമ്പോ കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. രാധാരക്ഷാദോ ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കരങ്ങളെ അടിച്ചു കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമാകും എല്ലാം നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമാകും എല്ലാം നീ ഭയപ്പെടാതെ. ദേഹം കണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം കണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. രാധാരെ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന
വന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ അന്യഭാഷകള് ആ നൽകട്ടാവിനെ കാര്യങ്ങളെ കാട്ടി സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാണ്. പ്രമാണിമാരുടെ ഭവനം, ഉന്നതന്മാരുടെ ഭവനം, ദേശത്തിൽ കരയുന്ന മരണ വീടായി മാറിയ ചില പ്രമാണിമാരുടെ ഭവനത്തിലേക്ക് ഓ രാധാരാക്ഷക ചില പത്രോസുമാരെ കർത്താവ് കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ പോകും. ആമേൻ. ആരോഗ്യങ്ങൾ സൗഖ്യമാകിയ ആമേൻ. ഹല്ലേലൂയ. അബന്ധനമഴിയ ആ രാധാര തിരയെന്ന് കളിക്കുന്ന പത്രോസുമാർ പുറത്തു വരിക. ഓ ആ ദൈവികമായ സമാധാനം, സ്വർഗീയമായ സമാധാനം. യെസ് യെസ് യെസ്. ഓ സമാധാനം സമാധാനം ചില ഹൃദയത്തിനകത്ത് ഭാരങ്ങൾ മാറുക. ആമേൻ. ഹല്ലേലൂയ. ഭാരങ്ങൾ മാറുക. ആമേൻ. ഹൃദയങ്ങൾക്കകത്ത് ഭാരങ്ങൾ മാറുക. ചില മുള്ളുകൾ ഹൃദയത്തിനകത്ത് മുറിപ്പാടുകൾ ഉണ്ടാക്കുന്ന ചില മുള്ളുകൾ. യെസ് യെസ്. ഓ ഓ രാധാരാക്ഷക നിന്നെ ഇനി വീട്ടിനകത്ത് തളച്ചിടുവാൻ എന്റെ യേശു വിടത്തില്ല. പത്രോസേ ഓ രാധാരാക്ഷക ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് വലിയ വിഷയം നമ്മുടെ മുൻപിലായിരുന്നാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിഷയത്തിന് നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ മുമ്പിൽ നിന്ന് ആ പ്രശ്നങ്ങൾ ഹല്ലേലൂയ ഓടിപ്പോകുവാനിടയായി തീരാ. ഹല്ലേലൂയ. യോർദാനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയും, യോർദാനേ നീ ഓടുന്നത് എന്താണ്?
പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്റെ വെള്ളത്തിൽ ചവിട്ടിയ ആ നിമിഷം തന്നെ യോർദാൻ കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ, വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ. അവൻ പുരോഹിതന്മാരുടെ കാല് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ഹല്ലേലൂയ, നിന്റെ മുൻപില് തടസ്സങ്ങള്, നിന്റെ മുൻപോട്ടുള്ള യാത്രയില് വെല്ലുവിളിച്ചു നിൽക്കുന്നതായ സകല പൈശാചിക മണ്ഡലങ്ങള് അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ നിന്ന് നീക്കുകയാ. യേശുവിനോട് കൂടെയാണ് യാത്രയങ്ങ് മരണ യോർദാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകയാ. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം യേശുവിനോട് ഒപ്പം നിൽക്കുക, യേശുവിനോട് കൂടെ നിൽക്കുക. Hallelujah. യേശു നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, യേശു നിന്നെ വിടുതൽ നൽകുന്ന ദൈവമാണ്. Praise the Lord. Hallelujah. ദൈവകരത്തിലേക്ക് കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. Praise the Lord. Hallelujah. പ്രമാണിയുടെ ഭവനത്തിലേക്ക് നീ ഏത് വ്യക്തിയാകുന്നു ദൈവത്തിന് വിഷയമല്ല. Praise the Lord. Hallelujah. നീ യേശുവിനെ സ്വീകരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിൽ കർത്താവ് കടന്നു വരോ, നിന്റെ പ്രശ്നത്തിന് കർത്താവ് മറുപടി തരോ. Hallelujah. ഒരു നിമിഷം കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ട്, യേശുവേ എന്റെ ഭവനത്തിലേക്ക് നീ കടന്നു വരണമേ. Hallelujah. Hallelujah. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പള്ളി പ്രമാണ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോ ആമേൻ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, യേശുവിനെ നീ അസഹ്യപ്പെടുത്തണ്ട, യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട. മകള് മരിച്ചുപോയി, ജീവിതം അസ്തമിച്ചു, ജീവിതത്തിൽ ഇനി ഒരു വച്ചിപ്പില്ല, ജീവിതത്തിൽ ഇനി ഒരു സ്വസ്ഥതയില്ല. അവേ മക്കൾ ദൈവം തരുന്നതാണോ, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലോ. ദൈവമേ, നിന്റെ ദാനം നഷ്ടപ്പെട്ടുവോ, നിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടുവോ. ഹല്ലേലൂയ. ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. എന്റെ കർത്താവ് അത് കാര്യമാക്കിയില്ല. അവൻ നിന്റെ ഒരു പ്രശ്നം എന്റെ ദൈവത്തിന് കാര്യമല്ല. ഇന്ന് പകൽക്കാലം കർത്താവ് അവൻ ഞങ്ങളുടെ വിഷയങ്ങളെ കാര്യമാക്കുന്നില്ലല്ലോ. യേശു ഹല്ലേലൂയ പ്രമാണിയുടെ ഭവനത്തിൽ വന്ന ആമേൻ ഹല്ലേലൂയ ഏത് വിഷയത്തിന് നടുവിലാണോ കർത്താവേ ഭവനം തകർന്നു പോയത്, ആ തകർച്ചകളെ എന്റെ കർത്താവ് നീക്കി ആ ഹല്ലേലൂയ മരണത്തെ, ആ ദുഃഖ ഭവനത്തെ സന്തോഷ ഭവനമാക്കി മാറ്റി കർത്താവ്. ഇന്ന് പകൽക്കാലം കർത്താവ് ആമേൻ ഹല്ലേലൂയ ഞങ്ങളെ കേൾക്കുന്ന ആമേൻ ഭവനങ്ങള് അവൻ ഏത് നിലവിലായിരിക്കുന്നുവോ ആ ഭവനങ്ങളുടെ മേലെ എന്റെ കർത്താവ് കടന്നു എന്ന് ആ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. റെട്ട് നീക്കി സന്തോഷം ഉടുപ്പിക്കുന്ന ദിനമാക്കി പകൽക്കാലം സ്വർഗം തീർക്കുന്നതിനായി സ്തോത്ര കർത്താവ്. ഹല്ലേലൂയ കടന്നുന്ന ഓരോ ദൈവമക്കൾക്കായി സ്തോത്ര. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആമേൻ ദൈവത്തിന്റെ ഭവനത്തെ ആമേൻ ഹല്ലേലൂയ ആ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഗിദിയോനോട് പറഞ്ഞതുപോലെ നീ ബലത്തോടെ നീ പോക, നീ ബലത്തോടെ നീ പോക, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്, നീ മിദ്യാനിൽ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് ആമേൻ. പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കണമേ. അവനെ സംസാരിപ്പാൻ അഭിഷേകത്തിന്റെ കരങ്ങളിൽ ഉപയോഗിച്ചതായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. മക്കളെ അവിടുന്ന് ബലപ്പെടുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം പൂർണ്ണമായി താറ്റി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തിന് സ്തോത്രം. സകലമായ മഹത്വം ദൈവത്തിന്. അരുമരക്ഷകനായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നമ്മളോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കടന്നു വന്നതായ ദേവദാസന്മാർ കുടുംബത്തോടും ദൈവമക്കളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ ഈ കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ഈ പകൽക്കാലം ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.